നമ്മുടെ ഏദൻ തോട്ടത്തിലെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീടിന് ചുറ്റുമുള്ള കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളെ നമ്മൾ പലതരത്തിലുള്ള പൂച്ചെടികൾ വെച്ച് ആക്കാൻ ശ്രമിക്കാറുണ്ടല്ലേ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ അലങ്കരിക്കുന്ന ചെടികൾ നമുക്ക് നമ്മുടെ കണ്ണിന് കാഴ്ചയുള്ളതും ശരീരത്തിന് ആരോഗ്യം തരുന്നതും ആയാലോ. അപ്പോൾ അത്തരത്തിൽ നമുക്ക് പൂച്ചെടികളെ പോലെ സൗന്ദര്യമുള്ള പച്ചക്കറികൾ നമ്മുടെ പൂന്തോട്ടങ്ങളിൽ വെച്ച് പിടിപ്പിച്ച് നമുക്ക് ആഹാരത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം. നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ പൂന്തോട്ടങ്ങളെ അലങ്കരിക്കുകയും ചെയ്യാം. അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഏതെല്ലാം ചെടികൾ പ്രയോജനപ്പെടുത്താമെന്ന് നോക്കാം. ഞാൻ വീഡിയോ എടുക്കുന്നത് നോക്കി നമ്മുടെ പ്രാവ് ഇരിപ്പുണ്ട്. രണ്ടുപേരും രാവിലെ റെഡിയാണ് കേട്ടോ. അവരുടെ രാവിലത്തെ ഭക്ഷണത്തിന് അവരിറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് ഞാൻ നമ്മുടെ ഏദൻ തോട്ടത്തിലെ വാട്ടർ പ്ലാന്റ്സ് വെച്ചിരിക്കുന്നിടത്തോട്ട് ഇറങ്ങി പോകുന്ന ഒരു വഴിയാണ് കേട്ടോ. ഈ കാണുന്ന ഈ കുഞ്ഞു വഴിയിലൂടെയാണ് നമുക്ക് അപ്പുറത്തോട്ട് ആ പ്ലാന്റ്സ് ഇരിക്കുന്ന ഭാഗത്തോട്ട് പോകാനുള്ളത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് കണ്ടോ, ആ ബേസിനിൽ അസോള ഇരിക്കുന്നത് കണ്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം അസോള എങ്ങനെ നമ്മുടെ തോട്ടത്തിൽ ഈസി ആയിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റുമെന്നുള്ളൊരു വീഡിയോ കണ്ടില്ലേ. അങ്ങനെ നട്ട ആ ബേസിനിൽ ഇട്ട അസോളയാണ് കേട്ടോ. ഒരു നുള്ള അസോളയാണ് ഞാൻ ഇട്ടത്. ഒരു പിടി അസോള ഇട്ടുള്ളൂ. ഇപ്പോൾ ഇതാ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അത് ബേസിൻ നിറഞ്ഞു വരാൻ തുടങ്ങി. ഏകദേശം ഒരാഴ്ച സമയമാകുമ്പോൾ അത് ആ പാത്രത്തിൽ നിറയും കേട്ടോ. പിന്നെ അതിനെ നമുക്ക് വാരി നമ്മുടെ ചെടികൾക്ക് വളമായിട്ടോ കോഴിക്ക് തീറ്റയായിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഞാനിത് ഈ അങ്ങോട്ട് ഇറങ്ങുന്ന വഴിയുടെ 2 വശത്തായിട്ട് 2 ചുവട് ചീരച്ചേമ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. ചീരച്ചേമ്പിനൊരു നല്ലൊരു ഗ്രീനിഷ് ലുക്കുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ വഴിയിലോട്ട് ഇറങ്ങുന്ന ആ വശത്തിൻ്റെ 2 ഭാഗത്തായിട്ട് 2 ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് രാവിലെയൊക്കെ 2-3 തണ്ട് മുറിച്ചെടുത്താൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇലക്കറി ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു 6 ഇഞ്ച് ചട്ടിയിൽ, ചെറിയ ചട്ടിയിൽ, നമ്മൾ 10 രൂപ 12 രൂപയ്ക്കൊക്കെ വാങ്ങുന്നില്ലേ ചട്ടിയിൽ, അതിലും ഓരോന്ന് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ചീരച്ചേമ്പ് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ തോട്ടങ്ങളിൽ വളർത്താൻ കഴിയും. നല്ല സ്വാദിഷ്ടമായ ഒരു ഇലക്കറിയുമാണ് ചീരച്ചേമ്പ്. നമ്മൾ നടന്നു പോകുന്ന വഴിയുടെ 2 വശത്തൊക്കെ നമ്മൾ പലതരത്തിലുള്ള ചെടികൾ വെച്ച് അലങ്കാരമാക്കാൻ ശ്രമിക്കാറില്ലേ. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഈ ചീരച്ചേമ്പുകൾ വെച്ച് അലങ്കരിക്കാം. കുഞ്ഞു കുഞ്ഞു ചട്ടികളിലാണ് വയ്ക്കുന്നതെങ്കിൽ അധികം സൈസല്ലാത്ത ചെറിയ ഇലകളായിട്ട് നിൽക്കും. വലിയ ചട്ടിയിലാണ് വയ്ക്കുന്നതെങ്കിൽ അത് വലിയ ഇലകളായിട്ട് മാറും. അപ്പോൾ ഈ കൊലോക്കേഷ്യ, അലോക്കേഷ്യ വെറൈറ്റീസൊക്കെ വെച്ച് അലങ്കരിക്കുന്നവരുണ്ടല്ലോ. വലിയ ചേമ്പിൻ്റെ ഇല പോലത്തെ ചെടികളൊക്കെ വെച്ച് അലങ്കരിക്കാൻ ഇഷ്ടമുള്ളവരുണ്ട്. അത്തരക്കാർക്ക് പറ്റിയ ഒന്നാണ് ഈ ചീരച്ചേമ്പെന്ന് പറയുന്നത്. നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പച്ചക്കറികളിൽ 100 ഗ്രാം ഇലക്കറി ആയിരിക്കണമെന്നാണല്ലോ. അതാണ് നമുക്ക് അത്യാവശ്യത്തിനുള്ള ഇലക്കറി നമ്മൾ ഉപയോഗിക്കേണ്ടതിൻ്റെ അളവ്. അപ്പോൾ ആ ഇലക്കറി നമ്മൾ വ്യത്യസ്തമായ ടേസ്റ്റുകളിൽ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് വ്യത്യസ്തമായ രുചികളിൽ ഇലക്കറി ഉപയോഗിക്കാൻ കഴിയും. അത് ഇത്തരത്തിലുള്ള അലങ്കാര ചെടികൾ പോലെ ഈ രീതിയിലുള്ള പ്ലാന്റ്സ് വളർത്തിയാൽ നമുക്ക് മുറ്റത്തിന് അലങ്കാരവും കാണാൻ ഭംഗിയും എന്നാൽ നമ്മുടെ ശരീരത്തിന് ആരോഗ്യപ്രദവും ആവും. അപ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്ക് വളർത്താൻ കഴിയും. 2 രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം. നമ്മുടെ ഏദൻ തോട്ടത്തിലെ ചീരച്ചേമ്പ് കൃഷി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ. ചീരച്ചേമ്പ് കൃഷി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബായ്. നമുക്ക് വീണ്ടും ഒരു ഏദൻ തോട്ടത്തിലെ വീണ്ടും ഒരു കാഴ്ചയിൽ നമുക്ക് വീണ്ടും കാണാം.